നമസ്കാരം. കോൺഗ്രസ് ഇപ്പോൾ സമരമുഖത്താണ്. വി ഡി സതീശനടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു, മുകേഷ് MLA എത്രയും വേഗം രാജിവെക്കണം, MLA സ്ഥാനം ഒഴിഞ്ഞ് രാജിവെച്ച് പുറത്തു പോകണം. കാര്യം ഒരു പാർട്ടിക്കാരന് നിരക്കാത്ത കാര്യങ്ങളാണ് മുകേഷിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. സത്യമാണ്. മുകേഷ് എന്ന് പറയുന്ന MLA രാജിവെക്കേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെ പറയുന്നു. ഇതിനെതിരെ ശക്തമായ സമരമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഗതി ശരിയാണ്, നമുക്കവിടെ നിൽക്കട്ടെ. മുകേഷ് ഇത്രയും പീഡന കേസിൽ കുറ്റാരോപിതനാവുകയും അദ്ദേഹത്തിനെതിരെ തെളിവ് വരികയും ചെയ്ത സാഹചര്യത്തിൽ മുകേഷ് MLA ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലും സാധാരണക്കാരൻ എന്ന നിലയിലും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഇനി എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് നിശ്ചിതമായി പറയാനുള്ള എന്ത് അധികാരമാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അധികാരം കോൺഗ്രസിന് ഇല്ല എന്ന് പറയേണ്ടി വരും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും നിലവിലുള്ള എല്ലാവരും ഇത്തരത്തിൽ പീഡനക്കേസിൽ പ്രതികളല്ലേ? അതെ എന്ന ഉത്തരമാണ് പറയാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ അതെ. 2017 കോവളം MLA വിൻസെന്റിനെതിരായി ഒരു കേസുണ്ടാവുന്നത്. അയൽപക്കത്തുള്ള ഒരു വീട്ടമ്മയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച ഒരാളാണ് വിൻസെന്റ് MLA. അദ്ദേഹം അന്നും കോവളം MLA ആണ്, ഇന്നും MLA ആണ്. അദ്ദേഹത്തിനെതിരെ അന്ന് കേസെടുത്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയുണ്ടായി. 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. ആ സ്ത്രീ പറഞ്ഞത് തന്നെ ഏകദേശം 1.5 വർഷക്കാലമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിൻസെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഒരു ദിവസം ഇവരുടെ കടയിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്കൊരു ഷോപ്പുണ്ട് പോലും. ആ ഷോപ്പിലേക്ക് കയറി ചെന്നതിന് ശേഷം അവരെ കടന്നു പിടിച്ചതിന് ശേഷം അവരോട് പറഞ്ഞ വിൻസെന്റിൻ്റെ ഒരു വാക്കുണ്ട്, ഇത്രയ്ക്ക് ചങ്കൂറ്റം ബാലരാമപുരത്തുള്ള വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വിൻസെന്റ് ചോദിച്ചതായി ആ സ്ത്രീ പറയുകയുണ്ടായി. തിരുവനന്തപുരം സ്വദേശിനിയാണ് സ്ത്രീ. അതിനുശേഷം റിമാൻഡ് ചെയ്തു. എന്ത് നടപടിയാണ് കോൺഗ്രസ് പാർട്ടി വിൻസെന്റിനെതിരെ നടത്തിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ പറയുന്ന വി ഡി സതീശനോ അല്ലെങ്കിൽ ഇന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാനുണ്ടോ? അന്ന് അവരെ ഒരു മനോരോഗിയാക്കി മാറ്റി. അവർ വിഷാദരോഗത്തിന് 99 മുതൽ അവർ വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുവരെ വിൻസെന്റ് പറഞ്ഞുണ്ടാക്കി. മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു, ജാമ്യാപേക്ഷയിൽ അത് സൂചിപ്പിച്ചു. എന്നിട്ടും അവരൊടുവിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഭർത്താവിൻ്റെ പരാതിയെ തുടർന്നാണ് വിൻസെന്റിനെതിരെ കേസ് വരുന്നത്. അങ്ങനെ കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഏകദേശം 14 ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. എന്നിട്ട് ഇപ്പോൾ ഇവരൊക്കെ തന്നെയാണ് പറയുന്നത് മുകേഷ് MLA രാജിവെക്കണം. അതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടോ എന്ന് സാധാരണപ്പെട്ട ഒരാൾ കേട്ടിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അത് മനസ്സിലാക്കുക. വിൻസെന്റ് ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാർ കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അതായത് വിവേക് H. നായർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വിവേക് H. നായർ. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക, യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെല്ലാം അച്ചടക്കത്തോടു കൂടി നല്ല സെമി കേഡർ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന തരത്തിൽ ആ പ്രവർത്തകരെ ഉദ്ബോധിപ്പിക്കുന്നതിനും പ്രവർത്തകർക്കിടയിൽ ഒരു ജീവൻ ഉണ്ടാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പഠന ശിബിരം നടത്തിയത്, നേതൃക്യാമ്പ് നടത്തിയിരുന്നു. അന്നെന്താ ഉണ്ടായത്? തിരുവനന്തപുരം സ്വദേശിയായ സ്വന്തം പ്രവർത്തകയെ കയറി പിടിക്കുകയാണ് ചെയ്തത്. അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുകയും തന്നോടൊപ്പം ശയിക്കണമെന്ന്, തന്നോടൊപ്പം കിടക്ക പങ്കിടാൻ തയ്യാറാകണമെന്ന് ആ വനിതാ നേതാവിനോട് പറഞ്ഞ വിവേക് H. നായർ ഇന്നെവിടെയാണ്? കോൺഗ്രസ്സുകാരൻ തന്നെ അല്ലേ നേതാക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതെ. ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് ഷാഫി പറമ്പിൽ വലിയ വായിൽ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് സ്വന്തമായി പോലീസോ ഞങ്ങൾക്ക് സ്വന്തമായി കോടതിയോ ഒന്നുമില്ല, ഞങ്ങളിത് അന്വേഷണത്തെ നേരിടും, ഞങ്ങൾ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. കാര്യം അന്ന് PK ശശിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പാർട്ടി CPM ഒരു തട്ടൊക്കെ തട്ടിയിട്ടാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു ഷാഫി പറമ്പിൽ.
അല്ലേ? പക്ഷെ നടപടിയൊക്കെ എടുത്തു. വിവേക് നായറിനെ പുറത്തിരുത്തി. പക്ഷേ വിവേക് നായറിനെതിരായിട്ടുണ്ടായ അന്ന് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് പരാതിയൊന്നും രേഖാമൂലം കിട്ടിയിട്ടില്ല എന്ന് കള്ളം പറഞ്ഞു. അതായത് ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട യുവതിയായിരുന്നു അത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ ഞങ്ങൾക്ക് അവരുടെ രേഖാമൂലം പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അതിനുശേഷമാണ് അവരുടെ പരാതികൾ പുറത്തു വന്നത്. പുറത്തു വന്നതോടുകൂടി ഇവരുടെ കള്ളി പുറത്തായി. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് കഴിഞ്ഞില്ല. ഞങ്ങൾ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് സ്വന്തമായി കോടതിയൊന്നുമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. എന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല, പക്ഷേ പരാതിയും പുറത്തു വന്നു. അങ്ങനെ ഇസ്ലാമിന് പിന്നെ ഈ പറയുന്ന വിവേക് നായറിന് എതിരെ ഒരു നടപടിയെടുത്തു. ആ നടപടി സ്ത്രീപീഡനമൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്നൊരു ഒറ്റ വാക്ക് അതിനകത്തില്ല. അതിനകത്തുണ്ടായിരുന്നത് എന്താണെന്നറിയോ? മദ്യപിച്ച് പ്രവർത്തക യോഗത്തിൽ നേതൃപഠന ക്യാമ്പിലെത്തി അവിടെ ബാക്കിയുള്ള പ്രവർത്തകരോട് അനാവശ്യമായി പെരുമാറി, പെരുമാറ്റത്തിൽ ദൂഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യമൊന്നും അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. അതാണ് അതിനകത്തിലെ രസകരമായൊരു കാര്യം. വിവേക് നായർ അവിടെ കിടന്ന് ഈ സ്ത്രീ വനിതാ നേതാവിനോട് കാട്ടിയ ദുഷ്പ്രവൃത്തികളൊന്നും അതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. മദ്യപിച്ച് അവിടെ വന്ന് മറ്റു പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ യുവതിയുടെ അല്ലെങ്കിൽ ആ വനിതാ നേതാവിൻ്റെ പരാതിയൊക്കെ തള്ളിക്കളഞ്ഞു. ആ പരാതി ഒന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്യാതെയാണ് ഈ പറയുന്ന വിവേക് നായറിനെതിരെ അന്ന് നടപടിയെടുത്തത്. ഇനി മറ്റൊരാളുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, എൽദോസ് കുന്നപ്പള്ളി. എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവാണ്. ഇന്നും MLA തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട്. ഒരു യുവതിയെ, അതായത് ആലുവയിലുള്ള ഒരു സ്കൂൾ അധ്യാപികയായ യുവതിയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പീഡനത്തിനിരയാക്കിയത് 2 തവണയാണ്. ബലാത്സംഗം എന്ന് പറയും, റേപ്പ് എന്ന് പറയും. 2 തവണ. അത് എവിടെയൊക്കെ വെച്ചാണ്? ഒന്ന് തൃക്കാക്കരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്, പിന്നീട് അതിനുശേഷം ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ടിൽ വെച്ച്, അടിമലത്തുറ എന്ന് പറയുന്ന സ്ഥലത്തെ റിസോർട്ടിൽ വെച്ച് എങ്ങനെ 2 തവണ ആ യുവതിയെ മാനഭംഗപ്പെടുത്തി. അങ്ങനെ തന്നെ പറയണം, മാനഭംഗപ്പെടുത്തി. തുടർന്ന് ഇദ്ദേഹം അവിടെ ചെല്ലുന്നു, കോവളത്ത് വെച്ച് ഈ യുവതിയെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. മദ്യപിച്ചിട്ടാണ്, ആലോചിക്കണം. ഒരു നേതാവ് മദ്യപിച്ച് മതോന്മത്തനായി അവരുടെ ഒരു യുവതി, ഏകദേശം 5 വർഷമായിട്ട് നേരിട്ട് പരിചയമുള്ളൊരു യുവതിയാണത്. അതിനുശേഷം ഉപദ്രവിച്ചു, വാഹനത്തിൽ കയറ്റി, വാഹനത്തിനകത്ത് വെച്ച് ഉപദ്രവിച്ചു, സ്വന്തം കാറിൽ അതിൽ വെച്ച് ഉപദ്രവിച്ചൊടുവിൽ കോവളത്ത് കൊണ്ടുവന്നിട്ട് ആ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ. അതെന്തിനൊക്കെയാണ്? ബലാത്സംഗവും വധശ്രമവും. അങ്ങനെ രണ്ട് കുറ്റങ്ങൾക്കാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2 കേസുകളാണ് ഇയാൾക്കെതിരെ, ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉള്ളത്. എന്നിട്ട് പരാതിയൊക്കെ ഉയർന്നു വന്നു. ആ യുവതി മാധ്യമങ്ങളോട് പരസ്യമായി വിളിച്ചു പറഞ്ഞു കാര്യങ്ങളെല്ലാം. അന്ന് മുങ്ങിയ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കൈമലർത്തി. അത് എവിടെ പോയെന്നോ എങ്ങനെയാണെന്നോ ഏത് വഴിക്ക് വിട്ടുപോയെന്നോ ഒന്നും അറിയത്തില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ പ്രതികരണം. അങ്ങനെ ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ഉണ്ടായി. എന്നിട്ടും എൽദോസ് കുന്നപ്പള്ളി ആരാണ്? ഇപ്പോഴും MLA ആയി തുടരുന്നു. നേരത്തെ പറഞ്ഞ വിൻസെൻ്റ് MLA ആരാണ്? അതെ, ഇപ്പോഴും MLA ആയി തുടരുന്നു. പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കുമെതിരെ ആരോപണം വന്ന സമയത്തും അതിനെയൊക്കെ ആരോപണം എന്നുള്ള നിലയിൽ തള്ളിക്കളയാം. അതിനെക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടായില്ലല്ലോ പാർട്ടിക്കകത്ത്. ആർക്കൊക്കെതിരെ നടപടിയെടുത്തു? ഒരുപക്ഷെ അത് നടപടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാക്കന്മാരും ഉണ്ടാകില്ലായിരുന്നു. അതായിരുന്നു ആ പരാതിയുടെ ഒരു പ്രത്യേകത. പരസ്യമായി വിളിച്ചു പറയുകയായിരുന്നു. അതും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായ വിഷയം തന്നെയായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ അറിയപ്പെടുന്ന 2-3 കേസുകൾ മാത്രമാണ് കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനിയുമുണ്ട്. ഇപ്പോൾ ഈ പീഡനത്തിനിരയായി പിന്നെ അമ്മയുടെ അല്ലെങ്കിൽ AMMA എന്ന് പറയുന്ന സംഘടന സെക്രട്ടറിയായി റിസൈൻ ചെയ്ത് പുറത്തേക്ക് പോയ സിദ്ദിഖിൻ്റെ രാഷ്ട്രീയ വിശ്വാസം എന്താണ് എന്ന് അന്വേഷിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിയിലാണ് ചെന്ന് അവസാനിക്കുക. ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് വിളിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ട് ചീത്ത വിളിച്ച് അധിക്ഷേപം പറഞ്ഞ ഒരു നടനുണ്ട് നമുക്ക്, ധർമ്മജൻ ബോൾഗാട്ടി. മലയാള സിനിമയ്ക്ക് വലിയ ചിരപ്രസിദ്ധമായ സംഭാവനകളൊന്നും നൽകിയ നടനൊന്നുമല്ല ധർമ്മജൻ ബോൾഗാട്ടി. ആ ധർമ്മജൻ ബോൾഗാട്ടി ആരാണ്? ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ബാലുശ്ശേരിയിൽ മത്സരിക്കുകയും ചെയ്തു.
അല്ലേ? നമുക്ക് കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇങ്ങനെ ഈ രീതിയിലൊക്കെ കോൺഗ്രസ്സുകാരെല്ലാം ഞങ്ങളെല്ലാം ശുദ്ധരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വി ഡി സതീശനെതിരെ പണ്ട് ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് യു ഡി എഫിനെതിരെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു ആരോപണം, അല്ലേ? അന്നും ഒരു സ്ത്രീ ഐസ്ക്രീം പാർലർ കേസ് അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി കരയേണ്ടി വന്നു. ലീഗിനകത്തുള്ള തമ്മിത്തല്ലായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. എം കെ മുനീറുമായിട്ടുണ്ടായ പ്രശ്നങ്ങളായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. കാര്യം അന്ന് ഈ പരാതിക്കാരിയുടെ ഇൻ്റർവ്യൂ വന്നത് അന്ന് ഈ മുനീറിൻ്റെ പേരിലുള്ള ചാനലിലായിരുന്നു. അപ്പം ഇതൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ കാണിക്കുന്നത് വെറും രാഷ്ട്രീയമായ മുതലെടുപ്പാണ് നടത്തുന്നത്. എന്താ, സിദ്ദിഖിനെതിരെ ആരോപണം വന്നിട്ടില്ലേ? കോൺഗ്രസിൽ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു റൂമർ കൂടി പരന്നിരുന്നു. അദ്ദേഹം സിദ്ദിഖിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കിംവദന്തി പോലും പടർന്നിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളെല്ലാം ശുദ്ധമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം സമരത്തിനിറങ്ങാൻ. എന്നിരുന്നാൽ തന്നെയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ചലച്ചിത്ര താരങ്ങൾക്കും അവരുടെ കൈകൾ ശുദ്ധമായിരിക്കണം. അത് അവരുടെ ഒരു മൊറാലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ആദർശത്തിൻ്റെ ഭാഗമായി മാറ്റണം എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകലും പ്രത്യാരോപണങ്ങൾ ഉണ്ടാകലും ഒക്കെ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല. പക്ഷേ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം കലാകാരന്മാരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ്, പരിണിത ഫലമാണ്. ഇന്ന് എല്ലാ ചലച്ചിത്ര താരങ്ങളും അനുഭവിക്കുന്ന സുഖലോലുപതയുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ പട്ടിണി കിടന്നുകൊണ്ട് സിനിമയെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നില്ലേ, ജോൺ അബ്രഹാമിനെ പോലെയുള്ളവർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പല നമ്മുടെ നടന്മാരും ഇപ്പറയുന്ന പേരുദോഷമൊന്നും കേൾപ്പിക്കാത്ത കുറേ നടന്മാരുണ്ട്. അവരാരും ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള നടന്മാർ, കുതിരവട്ടം പപ്പുവിനെ പോലുള്ള നടന്മാർ, അങ്ങനെ നിരവധി നടന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ മറന്നുകൊണ്ടാണ് നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസം തന്നെ പറയാം. ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വന്നാൽ അത് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന അല്ല എന്ന് മനസ്സിലാക്കണം. ആ സിനിമ എന്ന് പറയുന്ന കലയോടുള്ള ഒരു പാഷൻ, ഒരു ആഭിമുഖ്യം കൊണ്ട് വരുന്നതാണ്. അല്ല ചലച്ചിത്ര താരങ്ങൾ സ്ക്രീനിൽ കാണുന്ന താരങ്ങളോടൊപ്പം കിടക്ക പങ്കിടാൻ വരുന്നവരല്ല ഈ നാട്ടിലെ നടിമാരെന്ന് പറയുന്നവർ. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ നമ്മുടെ ഈ മുൻനിര നായകന്മാർക്കും ഈ നടന്മാർക്കും ഒക്കെ എന്നാണാവോ കഴിവുണ്ടാകുക? അതൊക്കെ ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് മാതൃകയായി മാറേണ്ടവരാണ് രാഷ്ട്രീയക്കാർ. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വി കെ ശശി വരെ അതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ബാക്കിയുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഇന്ന് രാഷ്ട്രീയക്കാരെ കണ്ടാൽ ജനങ്ങൾ ചൂലെടുക്കുന്ന അവസ്ഥയിലാണ്. ഇത്രയും പേരുടെ പേരുകൾ ഞാൻ പറഞ്ഞു. വിൻസെന്റും ഈ പറയുന്ന പോലെ എൽദോസ് കുന്നപ്പള്ളിയും ഈ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രധാന പീഡകരായിട്ട് തന്നെ നമുക്ക് തോന്നും ഈ രാഷ്ട്രീയത്തിൽ. ഇപ്പം അതേ അടുത്ത പേരും വന്നു, മുകേഷ് MLA. ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത്? അല്ല. അവർക്കൊക്കെ അവരുടേതായ ഓരോ സ്റ്റാൻഡുകളുണ്ട്, അവർക്ക് അവരുടേതായ ചില നിലനിൽപ്പുകളുണ്ട്, ചിന്താഗതികൾ ഉണ്ടാവണം. അത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു ചിന്താഗതിയാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് മുകേഷ് MLA എന്ന് പറയുന്ന ഒരാളുടെ, ഒരു CPM പ്രവർത്തകനായി, ഒരു സിനിമാ താരമായി നിൽക്കുന്ന ഒരാളുടെ രാജി ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അതേ രാജി വെക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കാൻ ഇനി നിങ്ങൾ അർഹനല്ല. പക്ഷേ മുകേഷിൻ്റെയും എൽദോസ് കുന്നപ്പള്ളിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തിട്ടുള്ളത്. സ്വന്തം ഭാര്യയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചവിട്ടിയ ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം, സരിതയെ. അല്ലെ, അത് സരിത തന്നെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഒന്നും അത്ര നല്ലതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല മുകേഷിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവർക്കെല്ലാവർക്കും, ഈ ചലച്ചിത്ര താരങ്ങളാണെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും, അവരെല്ലാം ജീവിതത്തിൽ ചില ആദർശങ്ങൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. അത്തരം ആദർശങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാര്യം ഇന്നത്തെ ലോകം ഒരിക്കലും ക്ലോസ്ഡ് അല്ല, അടഞ്ഞു പോയതല്ല. ഇന്നത്തെ ലോകം വളരെ വിശാലമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ കിടന്ന് വിരാജിക്കുന്ന മാധ്യമങ്ങളുടെ പോപ്പുലേഷൻ വളരെ കൂടിയ ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ ഒന്നും ക്ലോസ്ഡ് അല്ല, അടഞ്ഞു പോയതല്ല, എല്ലാം തുറന്നിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ചലച്ചിത്ര താരങ്ങളാണെങ്കിലും ചിലപ്പോഴൊക്കെ ഒന്ന് പുനർവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കും. നമ്മളെ കാണാൻ വരുന്ന യുവതികൾ അവരുടെ നിരാലംബത കൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ അവശത കൊണ്ട്
അവരുടെ ഒരു ആശ്രയത്വമില്ലായ്മ കൊണ്ട് വന്ന് ചാടുന്നവരാണ്. അവരെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതിന് മറ്റൊരു പദമാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ പോലും സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിക്കേണ്ട എന്ന് കരുതി തെറ്റാണ് എന്ന് മാത്രം പറയുന്നു. നടിമാരെ സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായി കാണുന്നതിന് പകരം അവരെ വെറും മാംസപിണ്ഡങ്ങളായി കാണുന്ന നമ്മുടെ ചലച്ചിത്ര സംസ്കാരത്തിന് തന്നെ ഒരു അവസാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇനിയും ഒരുപാട് തവണ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഈ രണ്ട് മേഖലകളും, രാഷ്ട്രീയവും സിനിമയും. അപ്പോൾ ഇത് രണ്ടിനും അതിൻ്റേതായ ചില ആദർശങ്ങളുണ്ട്. അത്തരം ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുക. നിങ്ങളുടെ വഴിയെ പോവുക. അതിന് രാഷ്ട്രീയത്തെയോ സിനിമയോ നിങ്ങൾ തലയിൽ ചുമേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇന്ന് മുറവിളി കൂട്ടുന്നവർ സ്വയം ഒന്ന് ആത്മവിമർശനം നടത്തുക. പിന്നെ അതോടൊപ്പം സിനിമാക്കാരും രാഷ്ട്രീയക്കാരും അവരവരുടെ ഭാഗങ്ങളിൽ സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ച് ജീവിക്കാൻ ശ്രമിക്കുക.